ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ കീം CE വെബ്സൈറ്റ്, പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി വളരെ പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിലൊന്നാമത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെന്റ് പ്രൊഫഷണൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ഇതിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ ചെയ്യാനുള്ള അവസരവും അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് ഇതാ വരാൻ പോവുകയാണ് 5-ാം തീയതി. അതിനുശേഷം അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫാർമസിക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇതാ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ കിട്ടിയ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതാണ് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ടെമ്പററി ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ ഫീസ് ഒന്നും അടക്കേണ്ടി വരില്ല. പക്ഷെ അത് കോളേജുകാരുമായിട്ടൊന്ന് കൺവേ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ആസ് പെർ നമ്മുടെ CE റൂള് പ്രകാരം അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഫർദർ ഫേസ് ഓഫ് അലോട്ട്മെന്റുകളിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പോസിബിൾ ആണെങ്കിൽ ഒരു ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലെ എഞ്ചിനീയറിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഫാർമസിക്ക് വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അതിനുശേഷം മാറുവാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗുകാർക്ക് ഈ തേർഡ് അലോട്ട്മെന്റിൽ വന്ന കോളേജുകളിൽ എന്തായാലും പോയി ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ മുന്നിലുള്ള അവസാനത്തെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അവസാനം വരാൻ പോകുന്ന സ്പോട്ട് അഡ്മിഷൻ മാത്രമാണ്. അപ്പോൾ അതിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് ആണ്, ഫൈനൽ ലിസ്റ്റ് അല്ല, പ്രൊവിഷണൽ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ താഴെ കാണുന്ന പോലെ തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് എങ്കിൽ, KQ പഠിച്ചു തുടങ്ങാൻ പോകുന്ന കോളേജ് വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് കംപ്ലീറ്റ് സ്റ്റഡി പാക്ക്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ബ്രാഞ്ചും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. താമസിക്കേണ്ട. എയർലി പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. സോ ഫാർമസിയുമായി ബന്ധപ്പെട്ട ബാക്കി ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ കമന്റുകൾ ചോദിക്കുക. കീം റീഫണ്ടിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് DM-ലും ഒക്കെ ചോദിക്കാൻ മറക്കണ്ട, മടിക്കണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരുപാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സോ അതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും അല്ലാതെയും ഒക്കെ ഇടുന്നുണ്ട്. സോ കൂടുതൽ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. All the best.